ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ വന്നത് നിങ്ങളോട് ഒരു കാര്യം പറയാനാണ്. എന്താന്ന് വെച്ചാല് നമ്മളെ സ്ഥിര വ്ളോഗും കാര്യമൊക്കെ കാണുന്നവർക്ക് അറിയും ഓക്ക് എത്ര മാസമായി, ഓളെ ഡേറ്റ് എന്നാ, സ്കാനിങ് കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇന്നലെ കഴിഞ്ഞ വീട്ടിലെല്ലാം പറഞ്ഞിനി അഡ്മിറ്റ് ആണെന്ന് നാളെന്ന്. ഇന്നലെ സ്കാനിങ്ങിന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ കൂടാത്തോണ്ട് ഉമ്മയും താത്തയാണ് പോയത്. അപ്പൊ സ്കാനിങ് കഴിഞ്ഞ പ്രാവശ്യം പോയത് ഞാനും താത്തേന്. അന്നിങ്ങനെ ഓള് നിലമ്പൂരിന്ന് ആദ്യം ഓള് ഗവൺമെന്റ് ഏരി. അപ്പൊ ഗവൺമെന്റിന്ന് ഒരു പേടി, ഓക്ക് അങ്ങോട്ട് എന്താ പറയാ, ഏറനാർക്ക് വരാൻ നല്ല താല്പര്യം ഉണ്ടായിന്. അപ്പൊ ഓള് ഹോസ്പിറ്റൽ അങ്ങനെ മാറി ഇപ്പൊ ഏറനാടാണ് കാട്ടുന്നത്. അന്നത്തെ സ്കാനിങ്ങിൽ തന്നെ ഒരു വേരിയേഷൻ ഉണ്ടായിനി. അപ്പൊ ചിലപ്പോ അത് സ്കാനിങ്ങിന്റെ കുഴപ്പം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും, കാരണം അത് മെഷീൻ വയ്യാനും വേണ്ടി ചിലപ്പോ അത് കറക്റ്റ് ആവൂല അല്ലേ. ഡോക്ടർ അങ്ങനെ പറഞ്ഞു. തുടക്കത്തില് എനിക്കൊരു 3-ാം മാസം ആയപ്പോ തന്നെ അഞ്ചില് സ്കാനിങ് ചെയ്തപ്പോ തന്നെ ആ സ്കാനിങ്ങിൽ ഒരു വേരിയേഷൻ ഉണ്ട്. അതിൽ പറഞ്ഞത് ഒരു കുത്തു മാതിരി ഉണ്ട്, പക്ഷെ അതല്ല, മെഷീന്റെ തകരാറ് കൊണ്ട് അങ്ങനെ വരും എന്ന് പറഞ്ഞിന്. അപ്പൊ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ 5-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് പിന്നെ 8th ചെയ്തു അല്ലേ. 8th ചേർന്ന് ചെയ്ത് ഒക്കെ അവിടെ തന്നെ നിലമ്പൂരിന്ന്. 8th ഗവൺമെന്റിന്ന് ചെയ്ത്. ഗവൺമെന്റ് അല്ല, നമ്മള് ഇവിടുന്ന് ചെയ്ത് അല്ല, ഗവൺമെന്റ് കാട്ടിക്കൊണ്ട് വന്നപ്പോഴല്ലേ. ഗവൺമെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ കാട്ടുന്നത്, അവിടെ പുറത്ത് ഡോക്ടറെ കാട്ടണം. ലാസ്റ്റ് പ്രസവത്തിന്റെ ടൈമിലാണ് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പൊ ആ ടൈമിൽ തന്നെ അവിടെ കാട്ടിയപ്പോ സ്കാനിങ് അടുപ്പിച്ചടുപ്പിച്ച് എടുക്കേണ്ടി വന്നീനി. പിന്നെയാണ് ഇങ്ങോട്ട് മാറിയത്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് അവിടുന്ന് മാറണം തോന്നിയത്. പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മള് ഗവൺമെന്റിൽ കാണിച്ചിട്ടില്ല, ഇതിനൊക്കെ നമ്മള് മുന്നേ പറഞ്ഞു. ഓള് വന്നത് എന്താ വെച്ചാൽ ഇൻഷൂറിന്റെ ധൈര്യത്തിലാണ് ഓള് ഒന്നാമത് നാടകം മാറിയത്. പക്ഷെ ഇൻഷൂർ എന്താ വെച്ചാല് ഫസൽ ഫാമിലിയത്തെ ഇൻഷൂർ കാർഡിലേനി ഓല്, തറവാട്ടത്തെ കാർഡിലേനി. ഞങ്ങൾക്കൊക്കെ തറവാട്ടത്തെ കാർഡേനി. പിന്നെ ഞങ്ങൾക്ക് വാടകക്ക് പോയപ്പോ അവിടെ കാർഡ് ഉണ്ടാക്കുന്ന ടൈം ആയപ്പോ ഞങ്ങള് വേറെ കാർഡും പോയി. ഇവിടെ കാർഡ് ഉണ്ടാക്കുന്ന ടൈം ആയപ്പോ ഓളെ കെട്ടിച്ചു കൊടുത്ത് എനക്ക് വേടി കാർഡ് ഇങ്ങോട്ട് മാറി ഞാന്. അപ്പൊ പിന്നെ അതിന്ന് വെട്ടി പോന്നോണ്ട് ആ ഇൻഷൂർ അങ്ങനെ ശരിയായില്ല. പക്ഷെ എന്റെ ഫസ്റ്റത്തെ ഇൻഷൂറും രണ്ടാമത്തെ ഒക്കെ പ്രസവോളം ഇൻഷൂർ എനിക്ക് തോന്നുന്നു ഞാൻ അതിലുണ്ടേനി. ഞാനും ഉണ്ടായിനി. കാരണം ഓക്ക് ആ ടൈമില് ഞാനേനി ഇൻഷൂറിന് കയ്യും കാര്യമൊക്കെ വെച്ചുകൊടുത്ത് ഞാനേനി. അങ്ങനെ പിന്നെ ഇവിടുന്ന് മാറിയപ്പോ ഞാന് കട്ടായി. പിന്നെ ഉള്ളത് ഓളേനി. ഇവിടെ ഞാനും അമ്മായി മോട്ടും ഞാനും ഉമ്മമ്മ ഓലാണ്. ഗവൺമെന്റിൽ പോയത് ഇൻഷൂർ ഉണ്ട് വിചാരിച്ചിട്ടല്ലേ. ഗവൺമെന്റിൽ ഇൻഷൂർ വേണ്ടല്ലോ, എനിക്കറിയില്ല. ആ ഇൻഷൂർ ഉണ്ടെങ്കിൽ വേണം, പക്ഷെ എന്താ ശരിക്കും നമുക്ക് അറിയില്ല. ആ ടൈമിൽ എന്തോ കൊടുക്കണം തോന്നുന്നു. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഞങ്ങള് ഓക്ക് ഇൻഷൂർ ഉണ്ടല്ലോ തറവാട്ടില്. ഞങ്ങൾ അന്ന് പോയി പുതുക്കലും കാര്യമൊക്കെ കഴിച്ചില്ലേ, പോയി എല്ലാം ഇവിടെ തന്നെ ഒരു 4-5 വട്ടം പോയി അന്വേഷിച്ച് ചോദിച്ച് നോക്കിയിട്ട് എങ്ങനെ ഓലിങ്ങനെ കൊടുത്തിടുകയെന്നല്ലാതെ അപ്രൂവ് ആയി വന്നിട്ടില്ല. ഗവൺമെന്റ് പോലെ അപ്രൂവ് അയച്ചു. അതിലെന്താ വെച്ചാല് കാർഡിന്ന് വെട്ടിയോൾക്ക് ഗവൺമെന്റ് അങ്ങനെ ചെയ്യണില്ല. അതേമാതിരി കാർഡിലും വേണം. ചിലപ്പോ എനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇൻഷൂർ റെഡി ആവക്കാരെന്നില്ല ഒരു ഇതേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഓലിട്ടോ നല്ലോ നോക്കിയിരിക്കണ, 1 വട്ടമല്ലോ 2 വട്ടമല്ലോ കുറെ വട്ടം ഞങ്ങള് പോയി നോക്കിക്കണ, ആയിട്ട് ചെയ്തു നോക്കിക്കണ്. പക്ഷെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ആ ധൈര്യത്തില് ഏറനാടുക്ക് മാറി. ഏറനാട് പിന്നെ നമ്മള് ഫസ്റ്റ് ടൈം അങ്ങനെ കാട്ടാൻ പോയി. കാട്ട ടൈമിൽ തന്നെ ഓള് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള സ്കാനിങ്ങും റിപ്പോർട്ടും കാര്യവും ചിലതിനൊക്കെ ഇങ്ങനെ റെഡ് മാർക്ക് ഇട്ട് വെച്ചിരിക്കണ് ഡോക്ടർ, ഗവൺമെന്റിലത്തെ ഡോക്ടർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണ്. അപ്പൊ ഓലെന്താട്ടി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എന്തായാലും ഹോസ്പിറ്റലിൽ മാറുമ്പോ എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ ഓൾത് ഫസ്റ്റത്തെ 7-ാം മാസത്തിലാണ്, രണ്ടാമത്തത് 9 തികഞ്ഞിട്ടില്ല, എന്നാലും ഈ ടൈമൊക്കെ ആയപ്പോൾ പെറ്റിക്കണോ. അപ്പൊ ഡോക്ടർക്ക് തന്നെ അത്ഭുതം, എന്റെ 2 പ്രഷർ ഇങ്ങനെയല്ല, അപ്പൊ ഈ ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെയായിട്ടോ ഇങ്ങനെയായിട്ടോ എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. പിന്നെ എന്നെ സ്കാനിങ്ങിന് കുട്ടിന്റെ ഹാർട്ട് ബീറ്റും കാര്യമൊക്കെ നോക്കാൻ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു. അതിൽ പിന്നെ കുട്ടിക്ക് വെയിറ്റ് ഇല്ല. 7-ാം മാസത്തിൽ കുട്ടിക്ക് വെയിറ്റ് ഇല്ല, 1 ഉള്ളൂ, 900 ഉള്ളൂ. ഇപ്പൊ 2 കിലോനൊക്കെ ഉണ്ട്. ആ ടൈമില് 900 ഉള്ളൂ. അതില് ഡോക്ടർ ഓലോട് എന്നോട് പറഞ്ഞു കുട്ടിക്ക് വെയിറ്റ് കുറവാണ്, ഓളോട് ഭക്ഷണം കാര്യമൊക്കെ നല്ലോണം കഴിച്ചാൽ പറയും. എന്താ വേറൊന്നും അല്ല, കടലയും മമ്പയറും ചെറുപയറും അങ്ങനെയൊക്കെ പുഴുങ്ങി തിന്നാൻ പറയും. വേറൊന്നും ഓളോട് തിന്നാൻ പറയണ്ടെന്ന് പറയും. ഓളോട് ആദ്യം പറയുന്നു മൈസൂർ അല്ല നേന്ത്രപ്പായൊക്കെ തിന്നോ, കുട്ടിക്ക് തടിക്ക് നല്ലതാണ്, അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഓക്ക് അതിന് ലാലൊന്നും ഇല്ല, തിന്നണം എന്നില്ല മൈൻഡേ ഓക്കില്ല. ഇല്ലല്ലോ, നമ്മളങ്ങനെ തിന്നും, നമ്മളങ്ങനെ ആദ്യം ചവച്ച് തോന്നുമ്പോ അങ്ങനെ തിന്നാണ്. പിന്നെ അങ്ങനെ ചെക്കപ്പും കാര്യമൊക്കെ ആയി. പിന്നെ അതിലിങ്ങനെ കണ്ടു സ്കാനിങ്ങിൽ ഒരു വേരിയേഷൻ എല്ലാം മാതിരി കണ്ടു. അങ്ങനെ കുട്ടിക്ക് വെയിറ്റ് ഇല്ല, അതിന്റെ ഡോക്ടർ പ്രോട്ടീൻ പൗഡറും അതേപോലെ വേറെ എന്തൊരു പൊടിയൊക്കെ
വെള്ളത്തിൽ ആ, കൽക്കാല പിന്നെ എന്തിന്റെ ഒരു ഗുളികയും തന്നു, എന്തൊക്കെയോ എന്തോ ഒരു ഗുളികയും തന്നു. ഇങ്ങനെ ഒരു വേരിയേഷൻ കണ്ടുകൊണ്ട് ഗുളിക തന്നു. പിന്നെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ചെക്കപ്പിന് പോയി. അന്ന് സ്കാനിങ് ഇല്ല, ഇനി അന്ന് 37 ആ റിസൾട്ട് നോക്കിയപ്പോ പറഞ്ഞു ഒന്നും പാടെ സ്കാനിങ് എടുക്കണം, കാരണം ഇങ്ങനെ ഒരു വേരിയേഷൻ ഉള്ളതുകൊണ്ട് എന്തായാലും എനിക്ക് സ്കാനിങ് നിർബന്ധമാണ്, കുട്ടീന്റെ കണ്ടീഷൻ എന്താന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലത്തെ വീഡിയോ കണ്ടുപോൽക്ക് അറിയും. സ്കാനിങ്ങിലും അപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പൊ ഓല് പറഞ്ഞു എന്നാ പെട്ടെന്ന് നമുക്ക് നാളെ പറ്റണേ നാളെ തന്നെ അഡ്മിറ്റ് ആവാം, അല്ലെങ്കിൽ ഇനിയിപ്പോ വോട്ടും കാര്യല്ലേ പിറ്റേന്ന് വന്നാ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ആ പിറ്റേന്നാണ് ഇനി നാളെ. ഇന്നലെ ഓള് ഉമ്മേനി പോയിന്. അങ്ങനെ പോക്കും കാര്യം കഴിഞ്ഞ് സ്കാനിങ് കിട്ടിയപ്പോ തന്നെ നല്ല നേരം വൈകി. നിങ്ങള് പോയത് 9:30 ടൈമിന് സ്കാനിങ്ങിന് റിസൾട്ടിനും ഇതിനും നേരം വൈകി. ഇന്നലെ നമ്മള് നിലമ്പൂര് പോയാൽ രാവിലെ പോയാല് മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ എത്തൂല വരിയില്. ഇവിടെ ഉച്ചയായപ്പോത്തിന് പിന്നെ എത്തി. പക്ഷെ നമ്മള് പ്രതീക്ഷിച്ചിട്ട് എന്താ, ഓളെ കറക്റ്റ് ഡേറ്റ് അറിയുന്നത് ഡിസംബർ 26-ാം തീയതിയാണ്. സ്കാനിങ് എടുക്കാൻ പോയതാണ്. അപ്പൊ ചെന്ന് എടുത്ത് ഡോക്ടറെ കാട്ടിയപ്പോ അറിയുന്നത് നാളെ അല്ല മറ്റന്നാൾ അഡ്മിറ്റിന് വാ. ആകെ കിളി പോയി. പക്ഷെ ഓക്ക് ഇതായിട്ട് പൊഴുത്തപ്പെടാൻ കണ്ടിട്ടില്ല. എന്താ വെച്ചാല് വിളിച്ചിട്ട് ഞങ്ങളോടൊക്കെ ചീത്തറിയാണ്, ചെറിയാപ്പൂനും കിട്ടിയിരിക്കണെന്നല്ലേ. അപ്പൊ ഞങ്ങള് അന്ന് അഡ്മിറ്റ് ആവാൻ നേരം വൈകണ്ട, അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞത്. അപ്പൊ ഓല് പറയുന്നത് ഡിസംബർ 26-ാം തീയതി വരെ വെക്കാൻ പറ്റൂല, കുട്ടിന്റെ കുറച്ച് കണ്ടീഷന് കുറച്ച് മോശമാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടിനെ പ്രസവിപ്പിച്ചാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, രണ്ട് ഭാഗത്തായില്ലേ. അപ്പൊ എന്തായാലും നാളെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ആശുപത്രിയിലേക്ക് പോകും. കുറെ ആൾക്കാർ ഓളെ എന്താ പറയാ, കുറെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാര് പെൺകുട്ടിയാണ് അറിയുന്നുണ്ട്, കുറെ ആൾക്കാർ ആൺകുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. എന്ത് കുട്ടിയായാലും കുഴപ്പമില്ല, നല്ലൊരു കുട്ടിയില്ലേ. ഓക്ക് എന്താ അറിയോ, ഓള് ഇത്രയും കാലമായിട്ട് ഞാനെന്നൊക്കെ പറഞ്ഞാ പോയി അഡ്മിറ്റ് ആയി അങ്ങനെ മരുന്നും കാര്യമൊക്കെ വേദന വന്നിക്കുകയാണ്. ഓളെന്ന് പറഞ്ഞാ ഓള് വേദന വരിക വണ്ടി വിളിച്ചാ കൊണ്ടുപോകും. ഓള് പ്രസവം ഒരു 10-15 മിനിറ്റ് പരിപാടി ചെയ്യും, ചടാപാടിയൊക്കെ. പക്ഷെ ഓക്ക് ഇങ്ങനെ എന്താണ്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഒരുക്ക് കൂട്ടി ഇനി നാളെ കാത്തിക്കാണ്. അപ്പൊ അങ്ങനെ ഉറക്കം വരൂല, തിന്നാനും ഓക്ക് അതിന്റെ ടെൻഷൻ നല്ലോണ്ട്. അപ്പൊ ഞാൻ പറയാം എന്തായാലും ഇത് പാതിക്കൊന്നും ഇട്ടു പോകാൻ പറ്റിയ സംഭവമല്ലല്ലോ, എന്തായാലും ഇതിന്റെ എന്താ പറയാ നേരത്തെ പറയുന്നു വേറെ എന്തെങ്കിലും കാര്യം നമുക്ക് അവിടെ ഇട്ടെറിഞ്ഞ് പോകാം. ഇച്ച് പറ്റൂല, ഞാൻ അതിനില്ലാന്ന്. നമുക്ക് എന്ത് കാര്യമാണ്, ഇനി പണി ആയിക്കോട്ടെ എന്ത് പരിപാടി ആയാലും നമുക്ക് ബേക്കടിച്ച് പോവാം. ഞാൻ അല്ലട്ടോ പറഞ്ഞ് പോകരുത്, ആ കട്ടിലോ കടന്നു കൊടുക്കാന്നല്ലാതെ ഒന്നും നടക്കൂല. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ ഇഞ്ഞൊക്കെ കയ്യോ, ഇനി എന്നാ അത് കയ്യാന്നൊന്നും അറിയില്ല. ഞങ്ങള് പറ്റുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങക്ക് വീഡിയോ കഴിയണ അങ്ങനെ അയച്ചു തരണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങളും പറയണ്ട്. എന്താ എനിക്ക് പറയാൻ, പ്രാർത്ഥിച്ച. ഓക്ക് വേദന്റെ കാര്യമാണ് ഓള് പറയണപ്പ എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്ക് ആദ്യം എനിമ കയറ്റും, അത് അതിന്റെ വേദന്റെ ഗുളിക തരും, അതിലും ആയിട്ടില്ലെങ്കിൽ ട്യൂബ് ഇടും. ഓള് അവിടെയൊക്കെ ചെയ്യണ്. അപ്പൊ അതൊക്കെയാണ് ഓക്ക് പേടി. ഓളെ ടൈമില് ട്യൂബ് അങ്ങനെയൊന്നും ഇല്ലട്ടോ, അതാണ്. നമ്മളൊന്നും അങ്ങനത്തെ ആദ്യമൊക്കെ പോയിട്ടില്ല. അപ്പൊ ഓളെല്ലാരും ഇങ്ങനെ നിരീക്ഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ സിറ്റ് ഔട്ടിൽ തൂക്കാത്രം വെച്ചിക്കണ്, ഫ്ലാസ്ക് വെച്ചിക്കണ്, ബാഗ് വെച്ചിക്കണ്. പെരിയിലാണെങ്കിൽ ഉപ്പാന്റെ ഡ്രസ്സും ഉമ്മാന്റെ ഡ്രസ്സും ഒക്കെ എടുത്ത് വെച്ചിക്കണ്. എല്ലാ പരിപാടിയും അയക്കണം. അപ്പൊ നാളെ എന്തായാലും ഇനി പോണം, കാരണം ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് ഇത് നീട്ടിവെക്കാനോ കാര്യമൊന്നും പറ്റൂല. ഡേറ്റിന് 2 ആഴ്ച ഉണ്ടെങ്കിലും അല്ലേ. ഡേറ്റ് ഒക്കെ കുഴപ്പമില്ല, ഡോക്ടറിന് തൂക്കം കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്നാലും മാഷാ അല്ലാഹ് കുട്ടി ഒന്ന് തികയാത്ത കുട്ടി 900 ഇനി അന്നോളം നല്ല ചീത്ത നിൽക്കണു കുട്ടി വെയിറ്റ് ഇല്ല. അതിന്റെ ഇപ്പൊ 2.5 അടുത്തുണ്ട്. അതിന് വലിയ കിട്ടല, കാരണം നമ്മള് ഒറ്റടിക്ക് പ്രസവിച്ച് പറഞ്ഞിട്ട് തൂക്കല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു ഇതുണ്ട്, കാരണം ഫിദാന്റെ കണ്ടീഷനൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഓക്ക് പേടിയേനി. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഏതായാലും നിങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടേ. ഇപ്പാക്ക് വേണ്ടി കുറെ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതില് ഓളെ കുട്ടിന്റെ നല്ല ഷേക്കില്ലേ എല്ലാ കാര്യങ്ങളും. എന്തടി ഓക്കിപ്പോ വന്നപ്പോ തൊട്ട് ഇല്ലേനുള്ള ആലോചിച്ച് എവിടൊക്കെ എത്തിക്കണ്. എന്താന്ന് വെച്ചാല് എന്താ പറയാ, ഓളോട് എന്തേലും പറയുമ്പത്തേ പറയും ഇജല്ലല്ലോ ഞാനല്ലേ, അതാണ്. പെട്ടെന്ന് നമ്മൾ പോയിട്ട് ഞാന് ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് അങ്ങനെ ഇതിൽ നിക്കി. പെട്ടെന്ന് നാളെ എന്ന് പറയുമ്പോ ഒരു പൊരുത്തപ്പെട്ടില്ല. ആ ഒരു ഇത് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, അതിനൊരു കുഴപ്പമാണ്. എന്തായാലും ഇതെന്തായാലും വേണം. അപ്പൊ നാളെ കഴിഞ്ഞ് 2 ഭാഗത്തായാല് എന്നിട്ട് വേണം ചെറിയാപ്പൂനൊക്കെ ഇവിടുന്ന് പോകാന്. ചെറിയാപ്പൂ വന്നോണ്ട് പ്രസവിച്ചുകൊണ്ട് ചെയ്യും. അല്ല ഓനോടാൻ പറഞ്ഞീനി ലാസ്റ്റ് 20 ആവുമ്പോഴല്ലേ ഇജ്ജ് പറഞ്ഞീനല്ലോ. ചെറിയാപ്പൂ കണ്ടറിഞ്ഞ് വന്നിട്ടുണ്ട്, വരണ്ട ആളല്ലേ ഇനി. വോട്ടിനെന്നാണ്
അപ്പൊ എന്തായാലും ഈ ചിരിച്ചിരിക്കണ നോക്കണ്ട, ഉള്ളില് തിജ്ജാണ് പോളെ. അപ്പൊ എന്തേ എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ആക്കല്ലേ. ഇനി നാളത്തെ വ്ളോഗ് അറിയണ ഇൻഷാ അള്ളാ ഹോസ്പിറ്റലിലേക്ക് പോണ കാരം ഞങ്ങൾ ഇടണ്ട് അല്ലേ. കഴിഞ്ഞ മാതിരിയൊക്കെ ഇടണ്ട്. എങ്ങനെ എന്താ ഏതാന്നൊന്നും അറിയില്ല. അപ്പൊ ഇനി നാളെ മുതൽ ഇൻസ്റ്റയില് എന്താ പറയാ മെസ്സേജ് അയക്കണോൾക്ക് ഞങ്ങൾ റിപ്ലൈ തരാത്തുണ്ട്. ഓരോ ഹോസ്പിറ്റൽ കേസും കാര്യമൊക്കെ ആയോണ്ടാക്കാരം. കമന്റ് റിപ്ലൈ തരില്ല, ഞാനാണ് ഏറ്റവും കൂടുതൽ റിപ്ലൈ കൊടുക്കുന്നത്. എനിക്കൊരു ഇത് തോന്നുന്നു യൂട്യൂബില്. നിങ്ങള് രണ്ടാളോ ഞാൻ നോക്കലില്ല കേട്ടോ. അപ്പൊ ഇനി കമന്റ് റിപ്ലൈ തരാത്തിന് ഞങ്ങള് ഒന്നും പറയരുത്. കാരണം ഹോസ്പിറ്റൽ കേസായിട്ട് വണ്ടി കാരണം ഓളൊരു സൈഡ് നോക്കുമ്പോ മറ്റേ സൈഡിൽ ഉപ്പാന്റെ കാര്യം നോക്കണം. അങ്ങനെ രണ്ടും ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം ഇൻഷാ അള്ളാ ഓളെ പ്രസവം കാര്യമൊക്കെ പെരിയിലെത്തിയിട്ട് എല്ലാ കമന്റിനും റിപ്ലൈ ഉണ്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇനി ചിലപ്പോ സിഫ്നാനെ നമ്മള് രണ്ടാളായിട്ടക്കാരം കാണാം ഇൻഷാ അള്ളാ അല്ലേ. അപ്പൊ രാവിലെ ഒക്കെ നല്ലോണം കിട്ടിയിരിക്കണം. എന്നോട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ടേ. നല്ലതല്ലേ. നല്ലതാണ്. ഓള് പറഞ്ഞിട്ട് കാര്യമില്ല. ഓള് പ്രസവിച്ചിട്ട് 9 കൊല്ലം. അപ്പൊ ഫിദാന 9 ആയില്ലേ. ആ ടച്ച് ഇട്ടേക്കണ്. അതാണ്. അപ്പൊ ശരിക്കും ഞങ്ങള് പോട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.